നികുതി ഭാരം കൊണ്ട് ജനങ്ങളെ കുത്തുപാളയെടുപ്പിക്കുന്നു ഇടതുപക്ഷ സർക്കാർ. ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാക്കും. 8 വർഷം കഴിഞ്ഞപ്പോൾ എല്ലാം ഒരുവിധം ശരിയാക്കിയെന്ന് ജനങ്ങൾ. 8 കൊല്ലത്തിനുള്ളിൽ പിണറായി സർക്കാർ കൂട്ടിയ നികുതി മാത്രം എടുത്തു നോക്കിയാൽ പാവപ്പെട്ടവർ അമ്പരന്ന് പോകും. ധരിക്കുന്ന വസ്ത്രം തൊട്ട് കഴിക്കുന്ന ആഹാരത്തിന് വരെ നികുതി അടയ്ക്കുന്നു. ഓരോ പ്രാവശ്യവും ഓരോന്നിനും അടയ്ക്കുന്ന നികുതിയെല്ലാം ഒരു വർഷത്തെ കണക്ക് കൂട്ടിയാൽ ഞെട്ടിപ്പോകും. വെള്ളക്കരവും വീട്ടുനികുതിയും കറണ്ട് ചാർജ് അടക്കം ഈ തൊഴിലാളി പാർട്ടി വർദ്ധിപ്പിച്ചത് സംസ്ഥാനത്തിൻ്റെ റെക്കോർഡ് വർധനവാണ്. ഇതിനെയെല്ലാം ന്യായീകരിക്കാൻ മന്ത്രിമാർ സമർത്ഥരാണ്. വീട്ടുനികുതി കൂട്ടിയപ്പോഴും വകുപ്പ് മന്ത്രി അന്യസംസ്ഥാനങ്ങളെ താരതമ്യപ്പെടുത്തി ജനങ്ങളെ വഞ്ചിച്ചു. വെള്ളക്കരം കൂട്ടിയപ്പോൾ വകുപ്പ് മന്ത്രി റോസി അഗസ്റ്റ്യൻ കുപ്പിവെള്ളത്തിൻ്റെ വിലയെ താരതമ്യപ്പെടുത്തി ജനങ്ങളെ കബളിപ്പിച്ച് പറ്റിക്കുകയായിരുന്നു. അങ്ങനെ ഓരോ വകുപ്പ് മന്ത്രിമാരും മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചു വരികയാണ്. വീടുകളിൽ ആഡംബരം എന്ന പേരിൽ ജനങ്ങളെ പിടിച്ചുപറി നടത്താനുള്ള ശ്രമത്തെ കോടതി തടഞ്ഞിരുന്നു. എന്നാൽ അതിന് വേറൊരു ഓമന പേരിട്ട് വീട്ടുകരങ്ങൾ ഇരട്ടിയും മൂന്നിരട്ടിയും ആക്കുന്നു. അടുത്തു തന്നെ അത് നടപ്പിലാക്കുമെന്നാണ് അറിയുന്നത്. അതുകൂടിയായാൽ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചതുപോലെയാവും സ്ഥിതി. ക്രമേണ സംസ്ഥാനത്തെ ജനസംഖ്യ ഗണ്യമായി കുറയും. ഇപ്പോൾ തന്നെ ലോകത്തിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾ ജീവിക്കാൻ വഴിയില്ലാതെ ആത്മഹത്യ ചെയ്തു വരുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. 142 കോടി ജനങ്ങളിൽ ഭൂരിഭാഗം ജനങ്ങളും പാവപ്പെട്ടവരാണ്. ജനങ്ങളുടെ ക്ഷേമവും പട്ടിണിയും മാറ്റാതെ ഇന്ത്യയെ വൻ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അഹങ്കരിച്ച് എന്ത് കാര്യമാണെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഈ കോടിക്കണക്കിന് ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ധനിക വർഗങ്ങൾ 5000 കോടി ചെലവാക്കി ആർഭാട വിവാഹം നടത്തിയ അംബാനിയെ അനുമോദിക്കാനും ചടങ്ങിൽ പങ്കുചേരാനും പ്രമുഖരും കോടീശ്വരന്മാരും മാത്രം. ഇതിനെതിരെ ഒരു നിയമവും രാജ്യത്തില്ല. പ്രധാനമന്ത്രി വരെ സന്തോഷത്തോടെ പങ്കെടുക്കുന്ന ജനങ്ങളെ കഷ്ടപ്പാട് കാണാൻ കഴിയാത്ത കേന്ദ്രഭരണവും കേരള ഭരണവും ഒരേ തൂവൽ പക്ഷികളെന്ന് പാവപ്പെട്ട ജനങ്ങൾ കേഴുകയാണ്. ഉടുക്കുന്ന വസ്ത്രം തൊട്ട് കുടിക്കുന്ന വെള്ളത്തിൽ വരെ നികുതി ഈടാക്കുന്ന, തൊട്ടതിനൊക്കെ നികുതി പിരിച്ച് ജനങ്ങളെ കുത്തുപാളയെടുപ്പിക്കുന്ന ഇവർക്കായി സർക്കാർ എന്തു ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. എന്നത് പരിശോധിച്ചാൽ ദ്രോഹം മാത്രമാണ്. പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിച്ച് 50ഓളം വാഹനങ്ങളുടെ അകമ്പടിയോടെ റോഡിൽ ഇറങ്ങുന്ന തൊഴിലാളി പാർട്ടി നേതാവായ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും അവരുടെ ആർഭാടത്തിന് പാവപ്പെട്ടവരുടെ അത്താഴ പട്ടിണിയിൽ പോലും കൈയിട്ട് വാരുന്ന കുടിയാന്മാരായ ജന്മിമാരായി മാറിക്കഴിഞ്ഞു. പറയുന്നത് പരിപ്പ് വടയും കട്ടൻ കാപ്പിയും തൊഴിലാളി പാർട്ടിയും. പക്ഷെ പാവപ്പെട്ടവരെ മറന്ന് അദാനിയും രവിപിള്ളയും യൂസഫ് അലിയുമായി ചങ്ങാത്തം തുടരുന്നു. നവകേരള സദസ്സിൽ പോലും പ്രമുഖർ മാത്രം അംഗീകാരം നൽകുന്ന ജനങ്ങളുടെ വെറുപ്പാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കണ്ടതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കണക്ക് കൂട്ടുന്നു. അതൊന്നും മനസ്സിലാവാതെ പാർട്ടി നേതാക്കളും സംസ്ഥാന സെക്രട്ടറിയും കാടുകയറി തോൽവിയുടെ കണക്കെടുക്കുന്നു. തോൽവിക്ക് ഉള്ള കാരണം കൺമുമ്പിലും CPM സീനിയർ നേതാക്കളും വരെ ചൂണ്ടിക്കാട്ടുന്നു. അതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ തെറ്റായ കണ്ടുപിടുത്തങ്ങൾ തട്ടിവിട്ട് മുഖം രക്ഷിക്കാൻ നോക്കുന്നുവെന്ന് പാർട്ടി അണികളും ജനങ്ങളും വിശ്വസിക്കുന്നു. ജനങ്ങൾ ഭയപ്പാടിലാണിപ്പോൾ. രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് അതുതന്നെയാണ്. 2 കൊല്ലം കൂടി പൂർത്തിയാകുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ അവസ്ഥ പൂരം കഴിഞ്ഞ് പൂരപ്പറമ്പ് പോലെ ആകും. ആ അവസ്ഥയിലേക്കാണ് സംസ്ഥാന ഭരണത്തിൻ്റെ പോക്ക്. 1957 മുതൽ CPM പാർട്ടി സ്വീകരിച്ചു പോന്നിരുന്ന നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞ് തൊഴിലാളി പാർട്ടി ബൂർഷാ പാർട്ടിയായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 8 കൊല്ലമായി ജനങ്ങൾ കാണുന്നതെന്നാണ് അവർ വിലയിരുത്തുന്നത്. ഇതുതന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ജനങ്ങൾ പുതിയ മേച്ചിൽപ്പുറം തേടി പോകേണ്ട സ്ഥിതിയിലാണ് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്ത് വീണ്ടും നീപ്പ ഭീഷണി. നീപ്പ ബാധിച്ച 14കാരൻ മരിച്ചു. മലപ്പുറത്ത് 68കാരനും നീപ്പ. ഇയാൾ ICUവിൽ. 7 സാമ്പിളുകൾ നെഗറ്റീവ്. നീപ്പ ബാധിച്ച കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരമാവധി
ശ്രമിച്ചെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പ്രോട്ടോകോൾ അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വീട്ടുകാരുമായി ആലോചിച്ച് സംസ്കാരം നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. കുട്ടിയെ രക്ഷിക്കാൻ ആസ്ട്രേലിയയിൽ നിന്നും ആൻറ്റിബോഡി മരുന്ന്, പൂനെയിൽ നിന്ന് പ്രതിരോധ വാക്സിനും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നു. ഇത് കൊടുക്കുന്നതിന് തൊട്ടു മുൻപ് ഹൃദയാഘാതമുണ്ടായി രക്തസ്രാവം താഴ്ന്നു. ഒപ്പം ആന്തരിക രക്തസ്രാവമുണ്ടായി മരണമടഞ്ഞതായി പറയുന്നു. കോഴിക്കോട് വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനയിലുമാണ് കുട്ടിക്ക് നീപ്പ സ്ഥിരീകരിച്ചത്. രക്ഷാ ദൗത്യത്തിനു വേണ്ടി സൈന്യമെത്തി തിരച്ചിൽ നേതൃത്വം ഏറ്റെടുത്തു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഷിരൂരിൽ എത്തി. ഉത്തര കന്നഡയിലെ ഷിരൂരിന് സമീപം മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിലിന് സൈന്യമെത്തി. അപകടം നടന്ന് 6-ാം ദിവസമാണ് കർണാടക ബെൽഗാമിൽ നിന്ന് സൈന്യം എത്തിയത്. 40 അംഗ സൈനിക സംഘം ഷിരൂരിലെത്തി. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും സ്ഥലത്തെത്തി. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഉന്നത ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. സൈന്യത്തിന് കനത്ത വെല്ലുവിളിയായി മഴ കനക്കുന്നു. വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് അറിയുന്നത്. NDRF ദേശീയ പാത അതോറിറ്റിയുടെ സംഘം, നാവികസേന, കോസ്റ്റ് ഗാർഡ്, അഗ്നിരക്ഷാ സേന, ലോക്കൽ പോലീസ് എന്നിവരുടെ ഏകോപനത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. കേരളത്തിൽ നിന്ന് എത്തിയ രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രയേൽ അടക്കം സ്ഥലത്തുണ്ട്. പക്ഷേ മണ്ണിനടിയിൽ അർജുനൻ ലോറി ഉണ്ടാകില്ല എന്ന നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. പുഴ കേന്ദ്രീകരിച്ചാണ് ഇനി തെരച്ചിലുണ്ടാവുക എന്നാണ് അറിയുന്നത്. കുത്തിവയ്പ്പിന് ശേഷം അബോധാവസ്ഥയിലായ യുവതി മരിച്ചു. ഡോക്ടർക്കെതിരെ പോലീസ് കേസ്. കുത്തിവയ്പ്പിന് ശേഷം അബോധാവസ്ഥയിലായ യുവതി മരിച്ചു. കാട്ടാക്കട സ്വദേശിനി കൃഷ്ണ തങ്കപ്പനാണ് മരിച്ചത്. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ കേസെടുത്തു. വയറുവേദനയുമായി കൃഷ്ണയെ ആശുപത്രിയിൽ എത്തിച്ചത്. രോഗിക്ക് നേരത്തെ ആസ്മയും അലർജിയും സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് വകവയ്ക്കാതെയാണ് കുത്തിവയ്പ് നടത്തിയതെന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും കാലത്ത് മരണം സംഭവിച്ചു. ലോകത്തിലെ തന്നെ മികച്ചതായാണ് കേരള ആരോഗ്യ വകുപ്പെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും തുടരെ ആരോഗ്യ വകുപ്പിനെതിരെ വ്യാപക ആരോപണങ്ങളാണ് നിരന്തരമായി ഉയരുന്നത്. സർക്കാർ ആശുപത്രികളിൽ സ്ത്രീ രോഗികൾക്ക് ICUവിൽ പോലും രക്ഷയില്ലാത്ത അവസ്ഥ. മരുന്നിൻ്റെയും മറ്റുമായി അനവധി പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ആംബുലൻസിൽ കോവിഡ് രോഗിയെ പോലും പീഡിപ്പിച്ചതടക്കം പരാതികൾ തുടർക്കഥയാവുകയാണ്. ലിഫ്റ്റിൽ കുടുങ്ങുന്നത്, മെഡിക്കൽ കോളേജിൽ മർദ്ദനങ്ങളും ഗുണ്ടാവിളയാട്ടങ്ങളും വാർത്തകളാകുന്നു. കോവിഡ്, നീപ്പ രോഗങ്ങൾ വളരെ ഗംഭീരമായി കൈകാര്യം ചെയ്തു എന്നതിൽ പല ഭാഗങ്ങളിൽ നിന്ന് പ്രശംസകൾ ഏറ്റുവാങ്ങിയ വകുപ്പാണ് തകിടം മറിഞ്ഞ് നിയന്ത്രണമില്ലാതായി എന്ന് ജനങ്ങൾ ആരോപിക്കുന്നത്. സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് മികച്ചതാണെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയും നേതാക്കളും അപ്പോളോവിലും വിദേശത്തുമാണ് ചികിത്സ നടത്താൻ പോകുന്നത്. പാവപ്പെട്ട സാധാരണ ജനങ്ങൾ മാത്രമാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ചു വരുന്നതെന്ന് ജനങ്ങൾ പറയുന്നു.